പൗരാണികമായ ധാരാളം മുസ്ലിം പള്ളികൾ കേരളത്തിലുണ്ട്. പുതുമാതൃകകളിൽ പണിതീർത്തവയും ഏറെയാണ്. ഇന്ന് കാണുന്ന കേരളത്തിലെ 110ഓളം മുസ്ലിം പള്ളികൾക്ക് പിന്നിലെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ വാസ്തുശില്പിയെ അധികമാർക്കും അറിയാമെന്ന് തോന്നുന്നില്ല. തിരുവനന്തപുരം ലെനിൻ നഗറിൽ ജി ഗോപാലകൃഷ്ണനാണ് അത്. തിരുവനന്തപുരത്തെ പ്രശസ്തമായ പാളയം പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടറായിരുന്ന അച്ഛൻ ഗോവിന്ദനോടൊപ്പമാണ് ഇദ്ദേഹം ഈ രംഗത്തെത്തിയത്. സ്വതന്ത്രമായി ആദ്യം ചെയ്ത വർക്ക് തിരുവനന്തപുരം ഭീമാപ്പള്ളിയുടേതാണ്. പിന്നീട് തിരുവനന്തപുരം ചാക്ക, മണക്കാട് പള്ളികളും ദേശീയപാതയിൽ ആലങ്കോട്ടെ പള്ളിയും ഏറെ മനോഹരമായ കടുവാപ്പള്ളിയും ഇദ്ദേഹത്തിൻ്റെ രൂപകൽപ്പനയിൽ ചെയ്തവയാണ്. കൊല്ലം ഷെയ്ഖ് മസ്ജിദിനെ കൂടാതെ കരുനാഗപ്പള്ളി പുതിയകാവിലെ താജ്മഹൽ മോഡൽ ഷെയ്ഖ് മസ്ജിദ്, ആലപ്പുഴ കറ്റാനം ഇലിപ്പക്കുളത്തെ ഭംഗിയാർന്ന പള്ളിയുമടക്കം 100-ലേറെ പള്ളികളാണ് ഗോപാലകൃഷ്ണൻ വരച്ച് നിർമ്മിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായ ചന്ദനപ്പള്ളി അടക്കം 4ഓളം ക്രിസ്തീയ ദേവാലയങ്ങളും ലെനിൻ നഗർ ആലിംഗണ്ഡൻ ക്ഷേത്രവുമടക്കം അനേകം നിർമ്മിതികൾ വേറെയും ഇദ്ദേഹത്തിൻ്റെതായുണ്ട്. ഉന്നത സാങ്കേതിക ബിരുദങ്ങളോ ഭാഷാ ബിരുദങ്ങളോ ഇല്ലാത്ത ഈ പ്രതിഭ സ്വന്തം കഴിവുകളിലൂടെയാണ് ഇത്തരം നേട്ടങ്ങൾ ആർജിച്ചത്. പള്ളികളിൽ കൊത്തിവെക്കാറുള്ള ഖുർആൻ വചനങ്ങളെ ആഴത്തിൽ പഠിച്ച ഇദ്ദേഹം 6 വർഷങ്ങൾ കൊണ്ട് ഞാൻ കണ്ട ഖുർആൻ എന്ന 1000 പേജുകളുള്ള ഖുർആൻ വ്യാഖ്യാനവും എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ലെനിൻ നഗറിലെ വസതിയിലിരുന്ന് 84-കാരനായ ഗോപാലകൃഷ്ണൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ ദൃശ്യജാലകത്തിനായി പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം. ദൃശ്യജാലകത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കൃത്യമായ സ്വാഗതം. നമ്മുടെ കേരളത്തിൻ്റെ പാതയോരങ്ങളിൽ 100 കണക്കിന് മനോഹരമായ ദേവാലയങ്ങൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് മുസ്ലിം പള്ളികൾ, പാളയം പള്ളി ആയാലും ഭീമാപ്പള്ളി ആയാലും അല്ലെങ്കിൽ ആലങ്കോട് പള്ളി ആയാലും കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദ് ആയാലും അങ്ങനെ കേരളത്തിൻ്റെ അകത്ത് 100 കണക്കിന് മനോഹരമായ മസ്ജിദുകളുണ്ട്. ഈ മസ്ജിദുകളിലേറെയും ഏതാണ്ട് 110ഓളം മസ്ജിദുകൾ കേരളത്തിനകത്തും പുറത്തുമായി നിർമ്മിച്ചിട്ടുള്ള അത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാസ്തുശില്പി നമ്മുടെ കേരളക്കരയിലുണ്ട്. അത് ജി ഗോപാലകൃഷ്ണൻ എന്ന തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തെയാണ് ഇന്ന് ദൃശ്യജാലകം പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. വലിയൊരു പ്രതിഭയാണ്. ഈ പള്ളി നിർമ്മിച്ചു എന്നുള്ളത് മാത്രമല്ല, ഈ പള്ളികളൊക്കെ ഡിസൈൻ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്. എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഖുർആൻ്റെ ഒരു വ്യാഖ്യാനം കഴിഞ്ഞ 6-7 വർഷത്തെ പരിശ്രമ ഫലമായി പൂർത്തീകരിച്ചിരിക്കുന്നു. 1000ഓളം പേജുകളുള്ള ഖുർആൻ വ്യാഖ്യാനമാണ്. ഞാൻ കണ്ട ഖുർആൻ എന്ന പേരിൽ ഒരു വലിയ ഗ്രന്ഥം തന്നെ അദ്ദേഹം ദൈവാനുഗ്രഹത്താൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്തായാലും ആ മഹാപ്രതിഭയെ ലോകം അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് നാം ഇന്ന് പങ്കുവയ്ക്കുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് സാർ ഈ പള്ളി നിർമ്മാണത്തിലേക്ക് കടന്നു വന്നത്? അത് ഈ പള്ളി നിർമ്മാണമല്ല, എൻ്റെ കുട്ടിക്കാലത്തുള്ള ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ പറ്റിയുള്ള അറിയാനുള്ള ഒരു ആഗ്രഹം നിമിത്തം ഞാൻ സ്കൂൾ തലത്തിൽ തന്നെ ഇത് ഫാദർ ചെയ്തുകൊണ്ടിരുന്ന ഈ പാളയം ത്തിലുള്ള പ്രമുഖ വ്യക്തികൾക്ക് ചെയ്തു കൊടുത്തിരുന്ന ഈ കെട്ടിടങ്ങൾ സന്ദർശിക്കുക, ഞാൻ എന്നെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ പോയി സന്ദർശിക്കുക പതിവായിരുന്നു. അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് സ്കൂൾ അവധി ദിവസങ്ങളിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കുകയും എൻ്റെ ഒരു ജോലിയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോകുമ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനുകളിലേക്ക് ബ്ലൂ പ്രിന്റ് ഒക്കെ എടുത്ത് കൊടുക്കുമായിരുന്നല്ലേ? അല്ല, ബ്ലൂ പ്രിന്റ് വീട്ടിൽ കൊണ്ടിട്ടേക്കും ഫാദർ. അപ്പോൾ അത് ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് പിന്നെ ഇന്നത്തെ പോലെ അമോണിയ പ്രിന്റ് അല്ല, ബ്ലൂ പ്രതലമായിരിക്കും, അതിൽ വൈറ്റ് ലൈൻസ് അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് സാധാരണ ഡ്രോയിങ് പേപ്പറിന് 2 കെമിക്കൽസ് കൂടെ മിക്സ് ചെയ്യും. ഫെററ്റ് അമോണിയം സിട്രേറ്റും
പൊട്ടാസ്യം ഫെറി സയനൈഡ്, ഇങ്ങനെ 2 ലിക്വിഡ് ഉണ്ടാക്കി അത് ഈ പേപ്പറിൽ പിന്നെ രാത്രിയിൽ ഇരുട്ട് റൂമിൽ വെച്ചിട്ട് തേക്കണം. ഏകദേശം ഒരു ചെറിയ പച്ച കളറായിരിക്കും. അത് ഇരുട്ടിലിട്ട് തന്നെ നമ്മൾ ഉണക്കിയെടുക്കും. പിറ്റേ ദിവസം അത് ഈ ട്രേസിങ് പേപ്പറിൽ ഇന്ത്യൻ ഇങ്ക് കൊണ്ട് വരച്ച് അതിനെ ആ ട്രേസിങ് പേപ്പർ ഒരു ഗ്ലാസ് ഫ്രെയിമിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ അമോണിയ പേപ്പർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് വെയിലത്ത് കാണിക്കുമ്പോൾ ഈ സൺലൈറ്റ് പാസ് ചെയ്യുന്ന ഭാഗമെല്ലാം ആ പേപ്പറിൽ ബ്ലൂ ആയിട്ട് മാറും, മറ്റത് അതേ സെയിം കളറിലിരിക്കും. അത് പിന്നെ നമ്മൾ വാഷ് ചെയ്യും. വാഷ് ചെയ്യുമ്പോൾ ഈ ബ്ലൂ അല്ലാത്ത ഇതെല്ലാം ഇളകി പോരും. അങ്ങനെ അത് പേപ്പറിൻ്റെ വൈറ്റ് കളറായിട്ട് മാറും. അങ്ങനെയാണ് ഈ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കിയത്. അതെൻ്റെ ഫാദറിനൊരു ഡ്രാഫ്റ്റ്സ്മാൻ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് വരച്ചൊക്കെ കൊടുക്കുന്നത്. PWDയിൽ ജോലിയുള്ള ഒരു LA സൽഡാന, ഒരു ആംഗ്ലോ ഇന്ത്യനാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ബ്ലൂ പ്രിൻറ്റ്സ് എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും വീട്ടിൽ, അതൊരു പണിയുന്നത്. അത് ഞാൻ ബുക്കിൽ പേപ്പർ എടുത്തിട്ട് തലയിൽ തേക്കുമ്പോൾ എണ്ണമയം വരും. ആ എണ്ണമയം ഉള്ളത് കൊണ്ട് ട്രാൻസ്പെറൻ്റ് ആകും. അത് വെച്ചിട്ട് ഇത് ട്രേസ് ചെയ്യും. ഇൻസ്ട്രുമെൻസിലെ സ്കെയിലും പെൻസിലും എല്ലാം ട്രേസ് ചെയ്ത് ഇതും കൊണ്ടായിരിക്കും ഞാൻ ഈ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് ഈ ലൈനുകൾ ഈ ബിൽഡിങ്ങുമായിട്ട് എങ്ങനെയാണ് സാമ്യം എന്നുള്ളത് ഞാൻ നോക്കി മനസ്സിലാക്കും. അത് എനിക്ക് സംശയമുള്ളത് ഫാദറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഫാദർ അത് പറഞ്ഞു തരും. ഇങ്ങനെയാണ് ഞാൻ ഈ ഡ്രോയിങ് പഠിച്ചെടുത്തത്. അതിനുശേഷം പിന്നെ ഈ സൽഡാനിയുമായിട്ട് ഉള്ള സൗഹൃദത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇത് പഠിച്ചെടുക്കാൻ ശ്രമിച്ചു. പിന്നെ അദ്ദേഹം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കൂടെ വരച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ഈ ബിൽഡിംഗ് ഡ്രോയിങ്സ് പഠിച്ചെടുക്കുന്നത്. അതിനായിട്ട് പ്രത്യേകിച്ച് കോഴ്സുകൾ വല്ലതും ചെയ്തിരുന്നോ? അതിനൊന്നും പോയിട്ടില്ല. ഒന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ SLC വരെ, SLC ആദ്യം എൻ്റെ ഈ സ്കൂൾ തല ഞങ്ങളൊരു നാടാർ കമ്മ്യൂണിറ്റിയായി. അപ്പോൾ പിന്നെ വിദ്യാഭ്യാസം ഇല്ല ആർക്കും. എൻ്റെ ഫാദറിൻ്റെ കുടുംബത്തിലും ഇല്ലായിരുന്നു, മദറിൻ്റെ കുടുംബത്തിലും ഇല്ല. ഫാദർ നെയ്യാറ്റിൻകരയുള്ള ആളാണ്. മദർ ഈ സ്ഥലം ഈ തിരുവനന്തപുരം ഇവിടെ തന്നെയാണ്. ലെനിൻ നഗറല്ല, ഇത് വഴുതക്കാടെന്നാണ് അന്നത്തെ ഇത്, ആലുങ്കണ്ടം. അവിടെയാണ് എൻ്റെ അമ്മയുടെ കുടുംബം. അപ്പം ഇവിടെ മുഴുവനും ഈ ഞങ്ങളുടെ ഈ സമുദായത്തിൽപ്പെട്ടവർ മാത്രം. ഇവരുടെ എല്ലാ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഈ മേസൺ വർക്കും സബ് കോൺട്രാക്ട് എടുത്തും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ എൻ്റെ അപ്പൂപ്പൻ, അമ്മയുടെ അച്ഛൻ, അദ്ദേഹം ഈ കോൺട്രാക്ട് എടുത്ത് ചെയ്യും, ബിൽഡിംഗ് കോൺട്രാക്ട്സ്. ഫാദർ നെയ്യാറ്റിൻകരയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഈ മേസൺ പണിയെല്ലാം പഠിച്ചിട്ട് ഇവിടെ വന്നു, ഇവിടെ ഇവരുടെ കൂടെ ചേർന്നു. അങ്ങനെ ഇവിടെ പിന്നെ ഫാദർ പിന്നെ എൻ്റെ അമ്മാവന്മാരുമായിട്ട് സൗഹൃദത്തിലായി. അങ്ങനെയാണ് ഇവിടെ നിന്ന് എന്നെ വിവാഹം കഴിക്കുന്നത്. നേരെങ്കിലുള്ള ആളാണ് ഇവിടെ വന്നിട്ട്. ഈ 2 കുടുംബത്തിലും ആദ്യമായിട്ട് സ്കൂളിൽ അയക്കുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ആളുകളെല്ലാം അയച്ചിട്ടു. അപ്പോൾ ഈ സ്കൂളെന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് ഓഫീസിൻ്റെ നേരെ കുറച്ച് ഇങ്ങോട്ട് പിന്നെ ഫോറസ്റ്റ് ഓഫീസിലെയും
അവിടെ ഒരു പ്ലാവറ എന്നും പറഞ്ഞിട്ടൊരു സ്ഥലം, അവിടെ ഒരു ആര്യ സമാജ സ്കൂളായിരുന്നു. ഈ ആര്യ സമാജ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദു റിച്വൽസ് ഒക്കെ ഉള്ള പൂജയും പിന്നെ പ്രാർത്ഥനയും എല്ലാം കൂടെ ഉണ്ട്. ആര്യ സമാജത്തിൻ്റെ കീഴിലാണ്. ആ സ്കൂളിലാണ് ആദ്യത്തെ ഈ 4ാം ക്ലാസ് വരെ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് മിഡിൽ സ്കൂള് ഇവിടെ സെൻറ് ജോസഫ് സ്കൂളിലായിരുന്നു. അവിടെയും ഈ കാറ്റഗീസം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് കൂടെ, അത് മതപഠനം, അവിടെയും പോയി ഞാൻ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഈ പിന്നെ ഹിന്ദു റിച്വൽസും പിന്നെ ഈ ക്രിസ്ത്യൻ ആരാധനയെ പറ്റിയുള്ള കാര്യങ്ങളും എല്ലാം കുറേശ്ശൊക്കെ അന്ന് തന്നെ പഠിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളും മോഡൽ സ്കൂളിലായിരുന്നു. ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് ഇൻ്റർമീഡിയറ്റ്, അന്ന് ആദ്യമായിട്ട് ഈ ഇൻ്റർമീഡിയറ്റ് മാറ്റിയിട്ട് പിന്നെ പ്രീ യൂണിവേഴ്സിറ്റി ആൻഡ് പ്രീ പ്രൊഫഷണൽ അങ്ങനെ രണ്ടാക്കി ഈ ഇൻ്റർമീഡിയറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കൊല്ലം വീതം. അതിൽ പ്രീ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. പ്രീ യൂണിവേഴ്സിറ്റി എനിക്ക് പാസ്സാകാൻ പറ്റാതെ വന്നു. അപ്പോൾ ഫാദറിന് ചെറിയ അസുഖങ്ങളും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് പാസ്സാകാത്തത് കൊണ്ട് എനിക്ക് പിന്നെ പ്രീ പ്രൊഫഷണലിൽ പോകാൻ ഒക്കില്ല. അപ്പോൾ എൻ്റെ ഫാദറിന് വലിയൊരു ആഗ്രഹം എന്നെ ഒരു എൻജിനീയറാക്കി എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്നെ കഴിയാത്തതുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഈ വരദരാജ ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടയർഡ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ, അദ്ദേഹം ഇവിടെ ഒരു പുളിമുട്ടിൽ എന്താ ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം തുടങ്ങി. അവിടെ AMI എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നത് AMIക്കുള്ള ക്ലാസ്സുകൾ, പിന്നെ KGT MGT അങ്ങനെ 2 സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. അതിൽ MGTക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. ഡ്രാഫ്റ്റ്സ്മാൻ കോഴ്സ് എഞ്ചിനീയറിങ്ങിന് പറ്റൂലല്ലോ. ഞാൻ ഇതെനിക്കേണ്ട അവിടെ ചെന്നപ്പോൾ ആ വരദരാജ ശർമ്മ എൻ്റെ SSLC ബുക്കിലെ മാർക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അതിൽ പിന്നെ എനിക്ക് ഇംഗ്ലീഷിനും മാത്സിനും ഒക്കെ നല്ല മാർക്കുണ്ട്. അപ്പോൾ പറഞ്ഞു, പിന്നെ സാറിനെ അറിയാം, കൺട്രാക്ടർ ഒരു കാര്യം ചെയ്യാം, ഇവരെ നമുക്ക് AMIയുടെ കോഴ്സിന് പഠിപ്പിക്കാം. അത് ഇക്വലൻ്റ് BSc എഞ്ചിനീയറിംഗ് ആണ്, 3 years കോഴ്സ്. അപ്പോൾ അതിന് ഒരു കൊല്ലത്തെ സ്റ്റുഡൻഷിപ്പ് എഴുതണം. അങ്ങനെ അവിടെ എന്നെ സ്റ്റുഡൻഷിപ്പിന് ചേർത്തു. അത് പാസ്സായി. അങ്ങനെ സെക്ഷൻ AMIയുടെ സെക്ഷൻ Aക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. അത് മുഴുവനും നല്ല സ്റ്റാൻഡേർഡുള്ള സബ്ജക്ട്സുകളാണ്. അത് പിന്നെ കുറേയൊക്കെ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റി, എന്നാലും അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 1.5 കൊല്ലം 2 കൊല്ലം അതിന് വേണ്ടിയിട്ട് 2-3 അറ്റംപ്റ്റ് നടത്തിയിട്ട് പറ്റിയില്ല. അപ്പോഴേക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ ഞാൻ 1.5 കൊല്ലം കഴിഞ്ഞു ആ കോഴ്സ്. പരീക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സെക്ഷൻ Bക്ക് കൂടെ അവിടെ ചേരാമെന്ന് പറഞ്ഞിട്ട് നോക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കൊല്ലത്തെ അപ്രന്റീസ്ഷിപ്പാണ് ഏതെങ്കിലും വർക്ക് സൈറ്റിൽ നിന്നിട്ടുള്ള. അപ്പോൾ അതിന് ട്രിവാൻഡ്രം ബിൽഡിങ്സ് ഡിവിഷൻ അന്നായിരുന്നു SAT ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ പണിയുന്നു. അതിൻ്റെ അവിടെ എനിക്ക് അൺപെയ്ഡ് അപ്രന്റീസായിട്ട് ഒരു ജോലി തരപ്പെടുത്തി. അങ്ങനെ അവിടെ പകൽ മുഴുവൻ അവിടെ പോകും. പിന്നെ വൈകിട്ട് 5 മണി മുതലാണ് ക്ലാസ്. 5 മുതൽ 7:30 8 മണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ പോയി ഈ പ്രാക്ടിക്കൽ നോളജും പിന്നെ ട്രിവാൻഡ്രം ബിൽഡിങ്സ് ഡിവിഷനാണ്.
അവിടെ ഡ്രാഫ്റ്റ്സ്മാനായിട്ട് അവിടെ നിന്ന് കുറേയൊക്കെ വരയ്ക്കാനും എസ്റ്റിമേറ്റ് എടുക്കാനും ബിൽഡിങ്ങിൻ്റെ ഈ മറ്റുള്ള ബിൽഡിംഗ് സയൻസിനെ പറ്റിയൊക്കെ പഠിക്കാനൊക്കെ സൗകര്യം കിട്ടി. ഇങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ കുറേ ബിൽഡിങ്സ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഫാദറിന് വേണ്ടിയിട്ട് ഫാദർ പറയുന്നത് പോലെ ഡ്രോയിങ് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഈ സൽട്ടാനയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ കുറേയൊക്കെ വരച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ആയിട്ട് 58 വന്നു. ഈ ബേക്കറി ജംഗ്ഷനിൽ ഒരു മുഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു. വീടിക്കട മുതലാളി എന്നാണ് പറയുന്നത്. അവിടെ ഈ പഴയ വീടിക്കട മുതലാളി, അദ്ദേഹത്തിൻ്റെ ഒരു ബിൽഡിംഗ് ഈശ്വരവിലാസൻ ജംഗ്ഷനിൽ ഇപ്പോഴും ഉണ്ടത്. ഒരു 3 നില കെട്ടിടമാണ്. അടിയിൽ കാർ ഷെഡ്, മുകളിൽ 2 നില. അത് ഞാനാണ് ഡിസൈൻ ഉണ്ടാക്കി ഫാദർ കോൺട്രാക്ട് എടുത്ത് അത് ചെയ്തു. അതിൻ്റെ പാല് കാച്ച് 60 ആയിരുന്നു. അതിൻ്റെ പാല് കാച്ചിന് ഈ പാളയം പള്ളിയുടെ ആളുകളും എല്ലാവരും അവിടെ വരും. ഒന്ന് ഈ വർക്കൊക്കെ നോക്കി ഫാദറിനെ പറ്റി നല്ലൊരു റെപ്യൂട്ടേഷൻ അവർ പറഞ്ഞു. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ കേരള പിറവി 57 അങ്ങനെ ആദ്യത്തെ ഫസ്റ്റ് ചീഫ് എഞ്ചിനീയറായിട്ട് ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് നിന്നത് TP കുട്ടിയാണ്. അദ്ദേഹമാണ്. അദ്ദേഹം ഇവിടെ താമസമാക്കിയപ്പോൾ ഈ പള്ളി പുതുക്കി പണിയാനുള്ള ഒരു പ്ലാൻ അദ്ദേഹം കമ്മിറ്റിക്കാരുമായിട്ടൊക്കെ ആലോചിച്ച് അവിടെ അത് നടത്തി. അത് പിന്നെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അതിന് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് സഫ്ദർജംഗ് സോളിയം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഫാക്കേഡിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് അന്നത്തെ ഇവിടുത്തെ ചീഫ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള JC അലക്സാണ്ടർ, ക്രിസ്ത്യൻ, അദ്ദേഹത്തിനെ കൊണ്ട് പ്ലാൻ പറയിപ്പിച്ചു. അപ്പോൾ JC അലക്സാണ്ടർ ഒരു 30 അടി ഹൈറ്റിലാണ് ഈ ഹാൾ, വലിയ ഹാളായിട്ട് ഇവരുടെ ഈ ക്രിസ്ത്യൻ ചർച്ച് ഉണ്ടല്ലോ, ആ തരത്തിൽ ഇവർ ഇതുണ്ടാക്കി. അപ്പോൾ അത് പിന്നെ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇത്രയും പൊക്കമുള്ള ആവശ്യമില്ല, അതിനെ 2 ആക്കാമെന്ന് പറഞ്ഞിട്ട് താഴെ 16 അടിയും മുകളിൽ 14 അടിയും അങ്ങനെ 2 ഫ്ലോറാക്കി ആണ് ഈ പള്ളി പണിതത്. ഡിസൈനൊക്കെ ആയി. അപ്പോൾ ഇതിൻ്റെ കോൺട്രാക്ടേഴ്സ് വിളിച്ചു. അപ്പോൾ സിമെൻ്റ് കമ്പി മാത്രം അന്ന് ഈ ഇതുണ്ട് റിസ്ട്രിക്ഷൻസ്. അപ്പോൾ അത് ഓണേഴ്സിനെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഇത് സിമെൻ്റ് കമ്പി ഒഴിച്ചിട്ടുള്ള പണിയെല്ലാം കോൺട്രാക്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ടെൻഡർ പ്രിപ്പയർ ചെയ്തിട്ട് കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ ആയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഈ മുഹമ്മദ് സാഹിബ് അതിൽ ഒരു ടെൻഡർ ഫോം ഫാദറിന് അയച്ചു കൊടുത്തു. അപ്പോൾ ഫാദർ പിന്നെ ഇത് കോപ്പി ചെയ്ത് കൊടുത്തതാണ് ഏറ്റവും ലോവസ്റ്റ്. അങ്ങനെയാണ് ഈ വർക്ക് റെനോവേഷൻ. മനസ്സിലായില്ല? അത് ഇപ്പൊ കാണുന്ന പള്ളി, അതിൻ്റെ കോൺട്രാക്ട് ഫാദറിന് കിട്ടി. ആ സമയത്ത് AG's ഓഫീസിൽ ഉള്ള ഒരു PP ചുമ്മാർ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി, അത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹത്തിന് ഞാൻ ഒരു വീട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ അന്നൊക്കെ ആണെങ്കിൽ ഈ പ്ലാന് വരച്ച് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ലോണിന് വേണ്ടിയിട്ട് പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി കൊടുക്കണം. എന്നിട്ട് അതിൽ
കുറേ പോർഷൻ മുഴുവനും അവർക്ക് ലോൺ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോർഷൻ കുറേ കൺസ്ട്രക്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ ലോൺ ഇതാക്കി കിട്ടും. ലോൺ പാസ്സാവാൻ തന്നെ കുറേ സമയമെടുക്കും. അങ്ങനെ ഈ AG's ഓഫീസ് ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിൽ പിന്നെ പ്ലാനൊക്കെ വരച്ചു കൊടുത്തു, പ്ലാൻ അപ്രൂവ് ചെയ്ത് അതിൻ്റെ എസ്റ്റിമേറ്റും ഒക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് 5000 രൂപയുടെ ഒരു ചെക്ക് എന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന ആ ദിവസമാണ് ഈ നമുക്ക് പാളയപ്പള്ളിയുടെ വർക്ക് അവാർഡ് ചെയ്ത് കിട്ടുന്ന. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ചെയ്യും? നമ്മളുടെ അടുത്ത് പൈസ ഇല്ല, അവർ തരില്ല. എന്ന് വെച്ചാൽ അവർക്ക് പറഞ്ഞ അഡ്വാൻസ് ഞങ്ങൾ തരില്ല, നിങ്ങൾ ചെയ്യുന്ന വർക്കിന് ബില്ല് ചെയ്ത് നിങ്ങൾ ചെയ്തോ, അങ്ങനത്തെ കണ്ടീഷനായി. അപ്പം ഇതെങ്ങനെ നമുക്ക് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഫാദർ പറഞ്ഞു അതൊരു കാര്യം ചെയ്യാം, ഈ 5000 രൂപ ഉണ്ടല്ലോ അത് നമുക്ക് ഉപയോഗിച്ച് അതും ഇതും കൂടെ നടത്താം. ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, രണ്ടും നടക്കാതെ വരും, അന്നത്തെ ബുദ്ധിമുട്ടൊക്കെ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പർപ്പസിന് തരുന്ന പൈസ നമ്മൾ വക മാറ്റി ചെയ്യാൻ പാടില്ല. അത് എൻ്റെ ഒരു നിർബന്ധം. അങ്ങനെ ഞാനും ഫാദറും കൂടെ ചെറിയൊരു ക്ലാഷ്. അപ്പോഴേക്ക് അമ്മ ഇടപെട്ട് പറഞ്ഞു, നീ എന്നാ ഒരു കാര്യം ചെയ്യും, അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പോയി ചോദിക്കുക, ഇതിങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിച്ചോട്ടോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതാക്കി തരാം. അദ്ദേഹം അതങ്ങ് സമ്മതിച്ചു. അത് എന്തോ ഒരു ദൈവ കൃപയാണെന്നറിയാം. കാര്യം ഒരു ഹിന്ദു ആയിട്ടുള്ള ഫാദർ ഒരു ക്രിസ്ത്യൻ സുഹൃത്തിൻ്റെ ധനസഹായത്താൽ മുസ്ലിം പള്ളിയുടെ നിർമ്മാണം തുടങ്ങുന്നു. അന്ന് എന്നിൽ ഉദിച്ചതാണ് ഈ എല്ലാ മതങ്ങളുടെയും പറ്റിയുള്ള ഒരു ചിന്ത. മനസ്സിലായ ആ മാനവ മൈത്രി. അങ്ങനെ ആണ് ഈ പാളയം പള്ളിയുടെ അത് ഭീമാ പള്ളി. അതിൻ്റെ കാരണം പറഞ്ഞുതരാം. അപ്പൊ ഇത് തുടങ്ങുമ്പോൾ ഈ പാളയം പള്ളിയുടെ അപ്പം നമ്മൾക്ക് ഈ ഇത്രയും ഒരു 100 അടി നീളവും 60 അടി വീതിയുള്ള ഒരു സ്ലാബ് വാർക്കണം. സ്ലാബിൻ്റെ ലെവലെത്തിയപ്പോൾ അതിനുള്ള സ്കാഫോൾഡിങ്സ് നമ്മളുടെ അടുത്തില്ല. വീടുകൾക്കെല്ലാം 10 അടി പൊക്കമുള്ള ചെറിയ ഇതൊക്കെ മതി. ഇത് 16 അടി വേണം. അപ്പം ഞാൻ കുട്ടിയാം സാഹിബിൻ്റെ അടുത്തും സെയ്ദ് ഉസ്മാൻ ആണ് അതിൻ്റെ പ്രസിഡൻറ്റ്. അദ്ദേഹം DIG ആയിരുന്ന ആളാണ്, റിട്ടയർ. അങ്ങനെ കമ്മിറ്റിക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അഡ്വാൻസ് തരാൻ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു അഡ്വാൻസ് തരാണെങ്കിൽ 2 ഫ്ലോർ പണിയാനുണ്ടല്ലോ, അപ്പോഴേക്കും ഞങ്ങളത് കവർ ചെയ്ത് പോവും, അതായത് ഞങ്ങളെ കണക്ക് പോകും. അപ്പോൾ അത് അവർക്ക് ഒന്നിച്ച് തരാൻ പൈസയില്ല, അവരിങ്ങനെ പിരിച്ചെടുക്കുക. എനിക്കറിയാം. പിന്നെ കുട്ടിയാം സാഹിബും ഇവരെല്ലാവരും കൂടെ രാവിലെ ഇറങ്ങി ഈ അവധി ദിവസങ്ങളിലും മറ്റുള്ള ദിവസങ്ങളിൽ അതിരാവിലെയും ഓരോരിടത്ത് പോയി എന്നാണ് ഇത് പിരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് അപ്പോൾ കുട്ടിയാം സാഹിബ് അന്നത്തെ ഈ ഇപ്പോഴത്തെ PRS ഉണ്ടല്ലോ, അപ്പോൾ അയാൾ പിന്നെ P രത്നസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കോൺട്രാക്ടറാണ്, PWD കോൺട്രാക്ടർ. നമ്മുടെ റിസർവ് ബാങ്കൊക്കെ അയാളാണ് ചെയ്തത്. അപ്പോൾ അയാളെ വിളിച്ചിട്ട് ഈ ഒരു ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഇത് അയാൾക്ക് കൊടുത്തു. അങ്ങനെ ആ ഒരു ഫ്ലോർ വാർത്തു.
രണ്ടാമത്തെ പിന്നെ വാർക്കിൽ വന്നപ്പോൾ അവിടെ ഒരു ഡോമിൻ്റെ ഒക്കെ ഇത് വരും. അത് വരുന്നപ്പോൾ അയാൾ അതിൽ നിന്ന് മാറി. അയാൾക്ക് എന്തോ പറയാം ബാലൻസ് എന്തോ കൊടുക്കാൻ ഉണ്ടായിരുന്ന സമയത്തിന് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങേര് അതിൽ നിന്ന് മാറി. അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞു ഞങ്ങൾ കുറേ പൈസ തരാം, ഇത് പിന്നെ ഗോപാലകൃഷ്ണൻ അത് കോൺട്രാക്ടർ അത് പിന്നെ ചെയ്യുക. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ അത് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ കടക്കാരായി പോകും, ഒരു ഫ്ലോർ കൊണ്ട് അതിൻ്റെ ഇത് നടക്കില്ല, അതുകൊണ്ട് അതും പറ്റില്ല എന്ന് പറയും. അങ്ങനെ വേറൊരു ചെറിയൊരു കോൺട്രാക്ടറെ വിളിച്ച് രണ്ടാമത്തെ ഫ്ലോറും കോൺക്രീറ്റ് ചെയ്തു. പിന്നെ ഡോമിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ആരും എടുക്കാനില്ല. അപ്പോഴേക്ക് ഞങ്ങൾക്കൊരു ചലഞ്ച്, ഡോം നമ്മൾ ചെയ്യാം, കുറേ അഡ്വാൻസ് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോമിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മളാണ് ചെയ്തത്. ഡിസൈൻ നേരത്തെ ഉണ്ട്, അത് ഡിസൈനൊക്കെ നേരത്തെ ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യണമല്ല. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പിന്നെ ഡിസ്കഷൻ ഫാദറും കുട്ടിയാം സാഹിബും കമ്മിറ്റിക്കാരുമായിട്ടൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ചെയ്യുമ്പോൾ ഞാനും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ഔട്ടർ മോൾഡ്, അപ്പോൾ കുട്ടിയാം സാഹിബ് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഔട്ടർ മോൾഡ് ആദ്യം ഉണ്ടാക്കുക ഔട്ട് സൈഡ്, എന്നിട്ട് കോൺക്രീറ്റ് ഇങ്ങനെ കോരി പറ്റിക്കണം. അത് ഈ ടണലെല്ലാം ചെയ്യുന്നത് അങ്ങനെ ഈ പ്രഷർ പമ്പ് ചെയ്തിട്ടൊക്കെയാണ്. ഇവിടെ അതൊന്നും പറ്റില്ല. അപ്പോൾ അപ്പോൾ ഫാദർ പറഞ്ഞ് അത് പറ്റില്ല, ഇത് ഷേപ്പൊക്കെ ശരിയായിട്ട് ഇതേപോലെ വരണമെങ്കിൽ ഒരു തടി കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഡോം ആദ്യം ഉണ്ടാകും. അത് ഫാദർ പറഞ്ഞ് അത് ഇങ്ങനെ റിബുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ പലക അടിച്ച് നമുക്ക് ചെയ്യാം. അതിൻ്റെ ഔട്ടർ വരുമ്പോൾ ഓരോ 3 അടി വീതം നമുക്ക് ഇടാൻ വെക്കുകയുള്ളൂ കോൺക്രീറ്റ്, ഇല്ലെങ്കിൽ കോൺക്രീറ്റ് അങ്ങോട്ട് പോവില്ല. 2 ലെയർ കമ്പിയുണ്ട്. പിന്നെ ഈ ഗ്യാപ്പ് ഒരു 12 സെൻറ്റിമീറ്റർ ഇതുള്ളൂ, മുകളിലൊക്കെ താഴെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഓരോ സ്റ്റേജിനും പ്രത്യേകം മോൾഡ് ഉണ്ടാക്കും. അത് ഞാൻ പറഞ്ഞു അത് വേണ്ട, ഒരു മോൾഡ് ഉണ്ടാക്കിയാൽ അത് തന്നെ നമുക്ക് മോളിലോട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ച് ചെയ്യാം. അത് പറഞ്ഞിട്ട് ഫാദറിന് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റും എന്ന് ഞാനിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫാദർ ദേഷ്യം വന്നിട്ട് വന്നൊക്കെ ഈ ആശാരിമാരുടെ അടുത്ത് വന്ന് ടേപ്പൊന്നുമില്ല, ഈ മുഴക്കമെന്നൊക്കെ പറഞ്ഞൊരു സാധനം അതവിടെ ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് എന്നെ ഒരു അടി എന്നിട്ട് പറഞ്ഞു, നീ ക്ലാസ്സിന് പോകണം, വൈകിട്ടാവും, ഞങ്ങളത് നോക്കിക്കൊള്ളാം. ഇത് ഇവരൊക്കെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വിഷമം. ഞാൻ വാസ്തവത്തിൽ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആ പള്ളിയുടെ 2 സൈഡിൽ 2 ആറഞ്ച് കിടക്കാറുണ്ട്. ഞാനിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടത് ഒരു നല്ലൊരു മൊസാമ്പിയാണ്. ഞാൻ അതങ്ങ് എടുത്ത് അവരുടെ അടുത്ത റോഡിൻ്റെ അപ്പുറത്തിന് ചെറിയൊരു പെട്ടിക്കട മാടണം, അവിടെ നിന്ന് ഒരു ബ്ലേഡ് വാങ്ങിച്ചു. എന്നിട്ട് തിരിച്ചു കയറി വന്നു. നീ എന്ന് പോയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളത് ധരിപ്പിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഈ ബ്ലേഡ് എടുത്ത് അതിൻ്റെ ഓരോ സെഗ്മെൻറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തോട്. ഞാൻ പറഞ്ഞു ഇതുപോലെ ഇത് എവിടെ വെച്ചാലും സെയിം ആയിരിക്കും, അതിൻ്റെ അകർ വെച്ചാൽ സ്ഫെറിക്കൽ ആയതുകൊണ്ട് എവിടെ വെച്ചാലും ശരി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആണ് എല്ലാവർക്കും മനസ്സിലായത്. എന്നിട്ട് ഫാദറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എന്നെ ഞാൻ ഇത്രയും ബിൽഡിങ്ങും ഇതുമൊക്കെ ചെയ്തു, ഒരു എഞ്ചിനീയർമാരും എന്നെ തോൽപ്പിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ മകൻ എന്നെ ഇപ്പം തോൽപ്പിച്ചിരിക്കുകയാണ്, പക്ഷെ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് പറയുന്നത്.
ആ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ പള്ളിയിൽ ഉണ്ടാക്കിയത്. ഈ മിനാരത്ത് 92 അടി പൊക്കമുണ്ട് പാളയപ്പള്ളിയുടെ മിനാർ. അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു അതൊരു 15 അടി കൂടെ പൊക്കിയ മറ്റേ ക്രിസ്ത്യൻ പള്ളിയുടെ പൊക്കത്തിലേക്ക് എത്താൻ പറ്റും, അതുകൊണ്ട് അത്രയും കൂടെ പൊങ്ങട്ടെന്ന് കമ്മിറ്റിയിലാണ്. സാറ് പറഞ്ഞു ഇതൊരു പ്രപ്പോർഷൻ വെച്ച് ചെയ്തിരിക്കുകയാണ്. ഇത്രയും നീളമുള്ള ഒരു പള്ളി, ഇത്രയും വീതിയുള്ള ഒരു പള്ളിക്ക് ഇത്രയും കനമുള്ള ഒരു മിനാര, അതിന് ഇത്രയും പൊക്കേ പാടുള്ളൂ. അതാണ് അതിൻ്റെ അധികമായിട്ട്. അതുകൊണ്ട് ഇത് നമ്മൾ അങ്ങനെ വിചാരിക്കരുത്, അത് ശരിയല്ല. ഇതൊരു ദേവാലയമാണ്. നമുക്കെന്തിനാ എന്താ ഈ നമ്മുടെ പൊങ്ങി നിൽക്കണമെന്നുള്ള തോന്നല്ല, അതൊരു സ്വാർത്ഥതയല്ലേ, അതൊന്നും വേണം, അതല്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇത്. അപ്പം ഞാൻ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചോദ്യം, അത് ഈ കാലഘട്ടത്തിൽ ഇതൊരു 5 കൊല്ലത്തെ ഇതുണ്ടായിരുന്നു. 67-ലായിട്ടാണ് അത് ഉദ്ഘാടനം വരുന്നത്. 61-62 ആണ് തുടങ്ങുന്നത്. 61 കഴിഞ്ഞ് 62-ലാണ് തുടങ്ങുന്നത്. 4 കൊല്ലത്തെ ഇതാണ്. ആകെ ചെലവായത് ഒരു 40 ലക്ഷം രൂപയ്ക്ക് അത്രയായിട്ടുള്ളൂ. 40 അകത്ത്. അത് ഈ മുഹമ്മദ് റാഫിയൊക്കെ കൊണ്ട് ഒരു പാർട്ടി കച്ചേരിയില്ല പാളയം സ്റ്റേഡിയത്തിൽ നടത്തിയിരുന്നു. പണ്ടില കുതിരലായ എന്ന് പറഞ്ഞിട്ട് കിടന്ന അവിടെ വെച്ച് നടത്തി. ആ സമയത്ത് അതെ ഭീമാപള്ളിയുടേത് അപ്പോഴേക്ക് ഇവര് ഭീമാപള്ളിക്കാർ പറഞ്ഞു ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒതുക്കി ചേർന്നു. അങ്ങനെ കുട്ടിയാം സാഹിബിൻ്റെ അടുത്ത് കുട്ടിയാം സാഹിബ് പറഞ്ഞു ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു രാമസ്വാമി എന്ന് പറഞ്ഞിട്ടൊരു ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ. മറ്റേ ഇയാളുടെ കീഴിൽ JC അലക്സാണ്ടറിൻ്റെ കീഴിലുള്ള ട്രസ്റ്റ് അദ്ദേഹത്തെ കൊണ്ട് ആദ്യം ഒരു പ്ലാൻ വരപ്പിച്ചു. അതിൽ കുട്ടിയാം സാഹിബ് എന്ന് പറയുന്നത് ഈ ഖബർ സിയാറത്തൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. അതുകൊണ്ട് ഈ ദർഗയ്ക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ഒരു ചെറിയൊരു പള്ളി, അവർ ഈ ഫിഷിങ് ആണല്ലോ അവരുടെ ഇത്, അവർക്ക് ചെറിയൊരു പള്ളി രൂപം കൊടുത്ത് ഈ 2 ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം സിയാറത്ത് ചെയ്യാത്ത വിധത്തിൽ 2 വിങ്ങായിട്ടൊക്കെ ഉണ്ടാക്കി ഒരു പ്ലാൻ കൊണ്ടുപോയി അവരെ കമ്മിറ്റിക്ക് പോകും. കമ്മിറ്റിക്കാർ വന്ന് വാങ്ങിച്ചോണ്ട് ഇത് അവർ അവിടെ ഒരു പള്ളി പൊളിച്ചിട്ടാക്കിയ ഒരു ടെമ്പററി ഷെഡിൽ പ്രേയർ നടത്താനുള്ള ആ ഷെഡിൻ്റെ ഫ്രണ്ടിലെ വാതിലിൽ കൊണ്ട് ഇത് പതിച്ചു വെച്ചു. അപ്പോഴേ അവിടെ ഒരു പ്രീസ്റ്റ് ഉണ്ട്, കൊച്ച ആലിംസ എന്നാണ് പറയുന്നത്. ആലിംസ അതങ്ങേരെ അവിടെ ഉള്ള ആളാണ്. അങ്ങേരെ ഇത് കണ്ടിട്ട് പറഞ്ഞു ഇതെന്താ ചെറുക്കന്മാരുടെ കവസം പോലെയാണല്ലോ ഇരിക്കണേ എന്ന് പറഞ്ഞ് അത് മറിച്ചു കിട്ടും. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി കുത്തുമാർക്ക് കഴിഞ്ഞ് പറഞ്ഞ് ഇത് നമുക്കിത് വേണ്ട, ഇത് എന്ന് വെച്ചാൽ ആദ്യം ഒരു ചെറിയ പള്ളിയുടെ ഇത്, അത് കഴിഞ്ഞിട്ട് 2 സൈഡിലും ഈ നിക്കറിൻ്റെ കാല് പോലെ 2, അതാണ് അദ്ദേഹം പറഞ്ഞത് കവസം പോലെ ഇരിക്കും, അത് വേണ്ടെന്ന് പറഞ്ഞു. അതപ്പോൾ കുട്ടിയാം സാഹിബ് പറഞ്ഞാൽ അത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് റഹീം സാറെന്ന് പറഞ്ഞിട്ട് ഒരു മണക്കാട് ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ, അന്ന് അങ്ങനെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു പോയി അതൊന്ന് നോക്ക്.
അങ്ങനെ അദ്ദേഹം പോയി ഒരു ചെറിയൊരു സ്കെച്ചൊക്കെ വരച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഗോപാലഷാദുവിന് പോയി സെറ്റ് ഔട്ട് ചെയ്ത് നോക്ക് എങ്ങനെ വരുമോ. ഞാൻ പോയി സെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈ പ്ലാൻ വെച്ചിട്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ചെയ്തു കഴിഞ്ഞാൽ ആ ഷ്രൈന് അവിടെ ഒരു ഖബർസ്ഥാൻ ഉണ്ട്, ആ ഖബർസ്ഥാൻ ഇതിൻ്റെ ഒരു മൂലയിലായി പോകും, സെൻട്രൽ കിട്ടില്ല. അത് ഞാൻ അവരുടെ ആരുടെ പറഞ്ഞില്ല. അപ്പോൾ നേരെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ എന്നാൽ നീ ഒരു പ്ലാനും വരയ്ക്കും. അതെല്ലാം ശരിയാക്കി. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഞാനിതങ്ങോട്ട് വരയ്ക്കാൻ തുടങ്ങിയത്. അപ്പം എനിക്കൊരു വലിയ എന്തോ ഒരാവേശം. ഒരാഴ്ച അന്ന് നമ്മുടെ അവിടെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, ചിമ്മിണിയും ഇതൊക്കെ വെച്ചിട്ട് രാത്രിയും പകലുമായിട്ട് വരച്ച് ഒരു പേഴ്സ്പെക്റ്റീവ്, ആദ്യമായിട്ട് ഞാൻ ഒരു പേഴ്സ്പെക്റ്റീവ് വരയ്ക്കുന്നത് അതാണ്. അതുമായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുപോയി കുട്ടിയാൻ സാഹിബിനെയാണ് കാണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ദർശനം ഇത് നന്നായിട്ടുണ്ട്, പക്ഷെ ഇത് ചെയ്യാനുള്ള ധനശേഷി അവർക്കുണ്ടോ. ഗോപാലകൃഷ്ണൻ എന്താ ഇത് നോക്കിയിട്ട് എത്ര എമൗണ്ട് ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് ഇവർക്ക് ചിലവായത് 4 ലക്ഷം രൂപയുടെ ആയിട്ടുള്ളൂ. 4 ലക്ഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ പാളയം പള്ളിക്ക്. അല്ലല്ല, 40 മറ്റവർക്കായി ഭീമാപ്പള്ളിക്ക്. ഇത് 4 ലക്ഷമായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് എത്ര? അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പാളയം പള്ളിക്ക് ഇപ്പോൾ ഒരു 4 ലക്ഷം 5 ലക്ഷം അടുപ്പിച്ചല്ലേ ആയുള്ളൂ. അത് ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞു 12 ലക്ഷം രൂപയാവും, അതിൻ്റെ ഒരു 3 ഇരട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അതല്ല, അദ്ദേഹം അതിനൊരു 18-20 ലക്ഷം രൂപയാവും എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത്രയും ആനദൈർഘ്യം വരുമ്പോൾ അതിൻ്റെ മൂല്യം കൂടി വരും. അതെന്താണ് അങ്ങനെയാണ് പറയുന്നത്. അതവർക്ക് താങ്ങാൻ പറ്റുമോ? എന്നാലും പ്ലാൻ കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് കൊടുത്തു. അവർക്ക് പിന്നെ ഇത് തന്നെ മതി, ഇത് എന്തായാലും ഇത് വയ്ക്കണം. അങ്ങനെയാണ് അത്. അതേ പ്ലാനിൽ അതേ ഇതിലാണ് ഉണ്ടാക്കിയത്. കേരളത്തിൽ 110. പുറത്ത് തമിഴ്നാട്ടിൽ ഒരു 4-5 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അക്കല ഒരു പീർ മുഹമ്മദ് ഔലിയ എന്നും പറഞ്ഞിട്ടൊന്നുണ്ട്, അവിടെ ഉണ്ട്. പിന്നെ തിരുനെൽവേലിയിൽ ആത്തൂർ അവിടെയുണ്ട്. പിന്നെ ഡിണ്ടുകൾ ഞങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഏതോ 1-2 ചെറിയ പള്ളികൾ തമിഴ്നാട്ടിൽ തന്നെ. ക്രിസ്ത്യൻ പള്ളികൾ 4. അത് ചന്ദനപ്പള്ളി, പത്തനംതിട്ട, പിന്നെ ചന്ദനപ്പള്ളി, പിന്നെ അതിനടുത്ത് തന്നെ വാഴമുട്ട. അത് 2 എണ്ണമാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. അതും എങ്ങനെയാണെന്നറിയോ? അപ്പോൾ ഇതിനിടയിൽ ഈ പാളയംപള്ളിയുടെ കൺസ്ട്രക്ഷൻ ഒരു 5 കൊല്ലം എടുത്തല്ലോ. അതിനിടയിൽ കൊച്ചു പള്ളികൾ ഇവിടെ ഒരുപാട് ഉണ്ട്, റിനോവേഷൻ. അപ്പോൾ അത് തന്നെ കുട്ടിയാം സാഹിബിൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയും, എല്ലാവർക്കും എന്താ വേണ്ടത്? ഈ 2 മിനാറും ഒരു ഡോമുള്ള പള്ളി കാണും, പാളയം പള്ളിയുടെ അതേ മോഡൽ. അതുപോലെ പിന്നെ സ്ഥാനം പറഞ്ഞു തരുന്നത് അനുസരിച്ച് നമ്മൾ വരച്ചു കൂടും. അങ്ങനെയാണ് ഇവിടെ ചെറിയ പള്ളികൾ. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമാണ് ചോദിച്ചത്, സാറ് എല്ലാ പള്ളികൾക്കും
ഈ 2 മിനാരവും കുബ്ബയും അത് എന്തെങ്കിലും ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു. അത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ചില മതങ്ങളിൽ ഭൗതികത്തിൽ ഉറച്ചാണ് അവർ ഭൗതികത്തെയാണ് കൂടുതൽ വില കൊടുക്കുന്നത്, ആത്മീയത്തിന് വില കൊടുക്കുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇസ്ലാം ഭൗതികത്തിൽ ഉറച്ചു നിന്നിട്ട് ആത്മീയം തേടുക എന്നുള്ളതാണ്. അപ്പോൾ ഡോം എന്ന് പറയുന്നത് ഒരു മാസീവ് തിങ്, അത് ഗുരുത്വാകർഷണം കൊണ്ട് ഭൂമിയിലേക്ക് ഉറച്ചു നിൽക്കുന്നു. എന്നിട്ട് ഈ ആകാശത്തിലേക്ക്, സ്വർഗത്തിലേക്ക് മിനാരം പൊങ്ങി നിൽക്കുന്നു, അതായത് സ്വർഗം തേടുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതായിരുന്നു അത് ഖുർആൻ നോക്കുമ്പോൾ അതാണ് എന്ന് വെച്ചാൽ ഭൗതികത്തിൽ ഉറച്ചു നിന്നിട്ട് വേണം ആത്മീയം തേടാൻ. അത് ജുമ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. അതിൽ പറയുന്നത് എന്താ, ഈ ജുമ നമസ്കാരത്തിന് ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രവൃത്തി നിർത്തിയിട്ട് ഇതിൽ നമസ്കാരത്തിന് പ്രവേശിക്കണം. അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പ്രവൃത്തിയിലേക്കാണ് പോകേണ്ടത്. മനസ്സിലായോ? അത് ജുമയിൽ എന്നും പറഞ്ഞിട്ടുള്ള ഒരു അധ്യായത്തിൽ അത് ശരിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ എല്ലാ പള്ളികളുടെയും മുഖവാരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള കരുമ എഴുതി വയ്ക്കും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് എന്ന് പറയും, പക്ഷേ ഈ എഴുതി വച്ചേക്കുന്നതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഞാൻ പറയും, ആരാധനയ്ക്ക് അറിയാൻ സർവശക്തനായ ദൈവം മാത്രമാണ്, മുഹമ്മദ് പ്രവാചകനാണ്. ഇങ്ങനെ ഒരാൾ മനസ്സിൽ തട്ടി നാവ് കൊണ്ട് പറഞ്ഞാൽ, മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞാൽ ആ വ്യക്തി മുസ്ലിമായി തീരും, ഏകദൈവ വിശ്വാസിയാവും. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസി ആയിത്തീരും എന്ന് പറയുമ്പോൾ മറ്റുള്ള, അപ്പോൾ ഇസ്ലാം ഇത്ര സിമ്പിളാണോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു സിമ്പിളാണ്, പക്ഷെ ഇന്ന് അത് എന്തോ ഒരു ഇതാക്കി അവർ തന്നെ മാറ്റിയിരിക്കുക. അതെല്ലാ മതങ്ങളിലും ഉള്ള കാര്യമാണ്. അങ്ങനെ ഇപ്പോൾ ഇതൊന്നും എഴുതി വെക്കണമെന്നാണ് പറഞ്ഞിട്ട് ആരും സമ്മതിക്കില്ല. ചാലപ്പള്ളിയിലൊരു ഇതിൽ എഴുതി വയ്ക്കാൻ വേണ്ടിയില്ലായിരുന്നു, പുരോഹിതന്മാർ 2 തട്ടിലായി. അത് എന്നാൽ അവിടെ ഒന്നും എഴുതി വെക്കണ്ടാണ്ട്. പിന്നെ കൊല്ലൂർ വിളപ്പള്ളി, അതായത് കൊല്ലത്ത്, അവിടെ എഴുതി വെച്ചു ആരാധനയ്ക്ക് അർഹൻ സർവശക്തനായ ദൈവം എന്ന് എഴുതേണ്ട സാറേ, അല്ലാഹു എന്ന് തന്നെ എഴുതി മാത്രമാകുന്നു, പിന്നെ മുഹമ്മദ് പ്രവാചകനാകുന്നു. ഞാൻ പറഞ്ഞ അത്രയെങ്കിലും ആയില്ല, വേറെ ഒന്നും തെറ്റിദ്ധരിക്കില്ലല്ലോ. അപ്പോൾ ഈ ദൈവവും പിന്നെ അല്ലാഹുവും തമ്മിലുള്ള ആ ഒരു ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെന്താ, ഈ അല്ലാഹുവും ദൈവവും എന്നുള്ളതിന് ഒരു എന്താ, ഈ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ദേവനുണ്ട്, ദേവിയുണ്ട് എന്നൊക്കെ പറയും. അത് ശരിയല്ല. അപ്പം ഞാൻ പറഞ്ഞു അതങ്ങനെയല്ല. ദൈവം എന്ന് പറയുന്നത് ദ്യോ എന്ന സംസ്കൃത ധാതുവിൽ നിന്നും ഉണ്ടായതാണ്. ആ ദ്യോ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നത് എന്നാണ്. സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ദ്യോ. അതിൽ നിന്നാണ് ദൈവം, വെളിച്ചം പകരുന്ന ദൈവം എന്നുള്ള അർത്ഥം. ദൈവത്തിന് ദേവനെന്നും ദേവിയെന്നുമുള്ള സങ്കല്പവും ഇല്ല. അതൊക്കെ പറയുമ്പോൾ അവര് പിന്നെ പുരോഹിതന്മാരൊന്നും സമ്മതിക്കില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് എഴുതി വെച്ചത് എരുമേലി പള്ളി, അല്ല കരുനാഗപ്പള്ളിയിൽ ഇത് എഴുതി വെച്ചു. എഴുതി വെച്ച് അതിൻ്റെ ആയത്തുൽ കുർസിയുടെ ഒരു കാലിഗ്രാഫി പ്രിൻ്റിലുണ്ട്.
അതിൻ്റെ മുകളിൽ കരിമയുണ്ട്. എറണാകുളയിൽ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ അല്ലാഹു എന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിൽ ദൈവം എന്ന് എഴുതി വയ്ക്കും. ശരി, അവർ സമ്മതിച്ചു. അതവിടെ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ കുറേ ചെറുപ്പക്കാർ അന്ന് വന്ന് പറഞ്ഞു അവർ ആ ദൈവം അവിടെ നിന്ന് കട്ട് ചെയ്തല്ലാതെ അത് വയ്ക്കാൻ പാടില്ല. ഗ്രാനൈറ്റിലാണ് കാലിഗ്രാഫി ചെയ്തു. അപ്പോൾ ഞാൻ കമ്മിറ്റിക്കാരെടുത്ത് കൊണ്ടു. കമ്മിറ്റിക്കാർ പറഞ്ഞു അത് സാറേ അത് ഇപ്പോൾ ഉള്ള ഒരു സംഘടനയാണ്, അപ്പം അവർ എന്തിനാ നമ്മൾ വിവാഹത്തിന് പോകണം, അതുകൊണ്ട് അത് അത്രയും എന്നെ സാറ് കിട്ടി എടുക്കുക. അത് ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചൊക്കെയാണ്. ഇപ്പോഴും അത് നോക്കിയാൽ അറിയാം അതിൻ്റെ ആ മുകളിലത്തെ കാലിഗ്രാഫി. അതെ, ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസി എന്ന യുദ്ധത്തിൽ പാളയംപള്ളിയിൽ എഴുതിയിരിക്കുന്നത് ആയത്തിൽ 100 അവിടെ എഴുതിയിരിക്കുന്നത് ഈ ആയത്തുൽ കുർസിയാണ്. ഇവിടെ ഈ കരുനാഗപ്പള്ളി. അപ്പൊ ഇതുകളെല്ലാം ഞാൻ ഓരോ ഫ്രണ്ട്സിൻ്റെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ, മുസ്ലിങ്ങളുടെ വീട് ചെല്ലുമ്പോൾ അവിടെ ഉള്ളത് ഈ വേറെ പിന്നെ പുരോഹിതന്മാരുടെയോ അല്ലെങ്കിൽ പ്രവാചകന്റെ ഒന്നും പടമില്ലല്ലോ, വെറും ഈ കാലിഗ്രാഫി മാത്രമാണ്, ഖുറാൻ വേഴ്സസ്. അതിൻ്റെ അർത്ഥം ചോദിക്കുമ്പോൾ അവർക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ അവരോട് ചോദിക്കും, ഈ അർത്ഥം അറിയാതെ എന്താ ചെയ്യുന്നത്, ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അത് കാണുമ്പോൾ ഭക്തി അറിയാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു അത് വരാതിരിക്കാൻ വേണ്ടിയല്ലേ ഇസ്ലാം ഉണ്ടാക്കിയത്. അന്ന് പ്രവാചകൻ പ്രതീകങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഭക്തി വരുമെന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെ ഈ ഒരുപാട് പള്ളികൾ ചെയ്തു വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറയും, മനുഷ്യ നീ മുസ്ലിം പള്ളികൾ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, ഇവിടെ കുറേ വീടുകളും നല്ല വീടുകളും ഈ കല്യാണ മണ്ഡപങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ നീ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ വരെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് എനിക്കൊരു ക്രിസ്ത്യൻ പള്ളി ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം എന്നെ ലഭിച്ചു. അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പാളയത്തിൽ എനിക്കൊരു ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ഒരു വൈദികനും 2 കമ്മിറ്റി മെമ്പറുമായിട്ട് എന്നെ സമീപിച്ചു. പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊരു ക്രിസ്ത്യൻ ദേവാലയം ഉണ്ടാക്കണം ചന്ദനപ്പള്ളിയിൽ. അതിന് സാറ് മുസ്ലിം പള്ളികളാണ് കൂടുതൽ ഉണ്ടാക്കുന്നതെന്ന് അറിയാം, പക്ഷെ ഞങ്ങൾക്ക് ഹിന്ദു ദേവാലയം പോലെ ആയാലും കുഴപ്പമില്ല, പക്ഷെ മുസ്ലിം ദേവാലയം ആകരുത്. ഞാൻ പറഞ്ഞു മുസ്ലിം ദേവാലയം ഉണ്ടാക്കുമ്പോൾ അത് ആ മുസ്ലിം ദേവാലയമായിട്ട് തന്നെ ഇരിക്കും, ഇതാണെങ്കിൽ ക്രിസ്ത്യൻ ദേവാലയമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ അത് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആരാ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടത്? അത് KC അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ചീഫ് എഞ്ചിനീയറുണ്ട്. അദ്ദേഹം ഈ സ്ട്രക്ചറൽ എക്സ്പെർട്ടാണ്, ആർക്കിടെക്റ്റ് അല്ല. അദ്ദേഹത്തിൻ്റെ മകനൊരു ആർക്കിടെക്റ്റ്. അവരൊരു പ്ലാൻ വരച്ചു കൊടുത്തായിരുന്നു. അതൊരു കോൺട്രാക്ടർ ഒരു കമ്മിറ്റിക്കാരെല്ലാം കൂടെ ഏൽപ്പിച്ച് അവർ ഇത് കുളമാക്കിയിട്ടൊക്കെയാണ് അത് ഒന്ന് ശരിയാക്കി തരണം. അതിന് ഈ KC അലക്സാണ്ടർ എന്ന് പറയുന്ന ചീഫ് എഞ്ചിനീയറാണ് എൻ്റെ അടുത്ത് വന്നിട്ടാനായിട്ട് പറഞ്ഞു വിട്ടു. ഞാൻ പിന്നെ സാറിനുമായിട്ട് അതിനെ ഇതാക്കി അങ്ങനെ അദ്ദേഹം കൂടെ വന്നിട്ട് വന്ന് ആ സൈറ്റൊക്കെ പോയി നോക്കിയിട്ടാണ് ഞാനൊരു ഈ റോമിലെ ബസിലിക്കയുടെ ഒരു രീതിയിൽ ഒന്നുണ്ടാക്കിയത്. അതിൻ്റെ ഈ മധുബ, പിന്നെ അതിന് 166 അടി പൊക്കമുണ്ട് ഈ ടവറിന്. അതിൻ്റെ മുകളിലത്തെ കുരിശിൻ്റെ കോൺക്രീറ്റിന് എൻ്റെ കൂടെ പുരോഹിതനും കൂടെ കയറി വന്നു ഈ സ്കാഫോൾഡിങ് വഴി മോള്. അവിടെ കൊണ്ടുവന്നിട്ട്
അതിൻ്റെ ഒരു സ്വർണ്ണ കുരിശ് ചെറിയൊരു ഇതുണ്ട്. അത് ഈ കോൺക്രീറ്റിനകത്ത് വെക്കണം. അദ്ദേഹത്തിന് പിന്നെ അങ്ങോട്ട് കയറാൻ വയ്യ. പിന്നെ ഞാനാണ് കൊണ്ടുപോയി അതിൻ്റെ മുകളിൽ വെച്ച് ജോലിക്കാരെ കൊണ്ട് ചെയ്യിച്ചു. അപ്പോൾ ഞാൻ അതുവരെ കയറി പോകുമായിരുന്നു. പാളയപ്പള്ളിയുടെ മിനാരത്തിൻ്റെ മുകളിൽ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ജോലിക്കാരെല്ലാം ഉച്ചയ്ക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ വെള്ളയിൽ നല്ല കാറ്റാണ് അവിടെ കിടക്കും. അങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ പള്ളി അവിടെ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ അതിനടുത്ത് തന്നെ വേറൊരു മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി. ഇതിൻ്റെ ഈ സീലിംഗ് ചെയ്തേക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അതും 120 അടിയോളം നീളവും 50 അടി വീതിയുണ്ട്. അത് മുഴുവനും ഒരു 3 ഡോം ഒക്കെ ആയിട്ട് അതെല്ലാം താഴെ വെച്ച് മോൾഡ് ചെയ്താണ് മോൾഡ് കയറ്റിയത്. ഇതിൻ്റെ മോൾഡിങ് എല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ കൂടെ പോയി നിന്നിട്ട് കാവ് ചെയ്തൊക്കെ എടുത്താണ്. ഫൈബർ ഗ്ലാസ്സിലാണ്. പക്ഷേ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ 2 ദിവസം 3 ദിവസം എനിക്ക് ഉറക്കം വന്നിട്ടില്ല. ഞാൻ അവരുടെ ജോലിക്കാരുടെ കൂടെ മുകളിൽ തട്ടിലുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇതിൽ ശരിയായിട്ട് അല്ല ഒരു ചെറിയ ഒരു വ്യത്യാസം വരികയാണെങ്കിൽ അവിടെ സൂട്ടാവില്ല. 10-25 അടി പൊക്കത്തിൻ്റെ മുകളിലാണ്. 25 അല്ല 30 അടിയോളം പൊക്കമുണ്ട്. ഇതെല്ലാം ഇവിടെ മോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. വാസ്തവത്തിൽ അതും ഒരു വലിയ അത്ഭുതമാണ്. പെർഫെക്റ്റായിട്ട് ആ ഉദ്ഘാടന ദിവസം രാത്രി 12 മണിക്കാണ് ആ സ്കാഫോൾഡിങ് എല്ലാം അഴിച്ചു മാറ്റുന്നത്. അതും ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇതൊന്നും മാത്രം ഇവിടെ കുടുംബക്ഷേത്രമല്ല. ആലുംകണ്ടം എന്ന് പറയുന്നത് ഈ ഏരിയ മുഴുവൻ ആലുംകണ്ടം. ഇവിടെ ഒരു ചൈതന്യമുണ്ട്. എല്ലാ ഭാഗത്തും ഓരോ ചൈതന്യങ്ങളുണ്ട്. അതിനാണ് ദേവതയെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്ത് ചൈതന്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതും ഞാൻ ഉണ്ടാക്കിയത്, ഞാനാണത് ഡിസൈൻ ചെയ്തത്. ഞാനും ആര്യനും ഒക്കെ കൂടെയാണ് അത് ചെയ്തത്. അപ്പോൾ അതിന് ഒരു കാരണമുണ്ട്. ആ ഭാഗത്ത് അന്ന് ഒരു 40-45 കൊല്ലമായില്ലേ കൂടുതലായി. അവിടെയൊക്കെ വെറും ഒരുമാതിരിയുള്ള ഈ അൺവാണ്ടഡ് എലിമെൻസിൻ്റെ ഒരു കൂടാരമായിരുന്നു ഇവിടെയൊക്കെ. അതൊക്കെ അങ്ങ് മാറി. അൺവാണ്ടഡ് അല്ല, ഒരു ഈ കള്ളുകുടിയും ചീട്ടുകളിയും ഇങ്ങനെ മോഷണവും ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് അവിടെ വന്ന് ഇതാക്കി വന്നാൽ അവിടെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി അതിന് വളർത്തി കുറേയൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയും ഞാൻ എഴുതി വയ്ക്കും. ഈ റംസാൻ വരുമ്പോൾ റംസാൻ വ്രതാനുഷ്ഠാനത്തോടുകൂടി ആചരിക്കുന്ന മുസ്ലിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ, അതുപോലെ ക്രിസ്ത്യാനികളുടെ ഇത് വരുമ്പോഴും അവർക്ക് അഭിവാദ്യങ്ങൾ എന്ന് ഒരു ബാനറൊക്കെ എഴുതി വെക്കും. പക്ഷെ അതൊന്നും ഞാനുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ എഴുതി വയ്ക്കുള്ളൂ. എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ആ ദിവസങ്ങളിൽ അത് എഴുതി വയ്ക്കും. നമ്മുടെ അളിയന്മാരും സ്വന്തക്കാരും ഒക്കെ തന്നെയാണ് ഇവിടെ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോവില്ല. നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു പൂജ നടത്തുന്നു, അത് ചെയ്യുന്നു, കിട്ടുന്ന പൈസ അതിൽ ചെലവാക്കുന്നു, അതേ ഉള്ളൂ. പക്ഷെ എൻ്റേത് അതല്ല. നമുക്കവിടെ ഒരു സാംസ്കാരിക കേന്ദ്രം ഉണ്ടാകണം. അവിടെ ഒരു സാംസ്കാരികമായിട്ടെല്ലാം ഇതാകണം. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് അവിടെയും ഈ കലിമയുടെയും ഭഗവത്ഗീതയുടെയും ഈ ഇത് എഴുതി വെക്കണമെന്ന് ഈ ഇതിൽ. പിന്നെ ഇപ്പോൾ അവർ കുറേ
പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനങ്ങോട്ട് ഈ ഖുർആൻ ഒരു വ്യാഖ്യാനം എഴുതുന്നതിനെ കുറിച്ച് അത് നമ്മുടെ എരുമേലികളിൽ എരുമേലി എന്ന് പറയുമ്പോൾ അത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റിലാണ്. ആ പള്ളിയുടെ നിർമ്മാണം നടക്കുന്ന കാലത്ത് എനിക്ക് ഈ മുസ്ലിം വീടുകളിൽ ചെല്ലുമ്പോൾ കലിമ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ അതിൻ്റെ അർത്ഥം അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് ഈ കലിമയും അവിടെ എഴുതി വെക്കണം. അതിൻ്റെ അർത്ഥം കലിമയുടെ അർത്ഥം എഴുതി വെക്കണം, ആയത്തുൽ കുർസിയുടെ അർത്ഥം എഴുതി വെക്കണം. പിന്നെ 49-ാം അധ്യായം എന്ന് പറഞ്ഞിട്ട് ഒരു അൽ ഹുജറാത്ത്, അതിൽ ഒരു 13-ാം വാക്യമുണ്ട്. മനുഷ്യരെ നിങ്ങൾ ഞാൻ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമായിട്ട് വേർതിരിച്ചത് തങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്, ഞാൻ ബ്രാക്കറ്റിൽ കലഹിക്കാനല്ല എന്നുകൂടെ എഴുതി വെച്ചു. ഇത് രണ്ടും അവിടെ എഴുതി വെച്ച്, ഇതും കലിമയും എല്ലാം എഴുതി വെച്ചു കഴിഞ്ഞപ്പോൾ അല്ലാതെ പിന്നെ രണ്ട് സൈഡിലും ദൈവത്തിൻ്റെ 99 നാമങ്ങളുണ്ട്. അത് അറബിയിൽ തന്നെ എഴുതി വെച്ചു. ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇമാം എന്ന് പറഞ്ഞു, അങ്ങനെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഓരോ ദിവസം വെള്ളിയാഴ്ച, ഇന്ന് ജുമാ ഉള്ള ദിവസമാണ്, നമുക്കൊരു കാര്യം ഇതൊന്ന് ക്ലീൻ ചെയ്ത് തരണം, പേപ്പറിട്ട് ഒട്ടിച്ച് വെച്ചേക്കാം, ഈ ചാർജൊന്നും വീഴാതെ പെയിൻറ്റ് വീഴാതെ അതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ജുമാക്ക് വന്ന കുറേ ആളുകൾ അവിടെ ചുറ്റുമുള്ളതാ, എന്നും കാണുന്നവരാ. അവരെൻ്റെ അടുത്ത് വന്നത് പെട്ടെന്ന് അവർ ഒന്ന് നോക്കിയിട്ട് ഖുർആൻ മലയാളത്തിൽ എഴുതി വെച്ചിരുന്നു. സാറേ അത് പറ്റില്ല, സാറിപ്പോൾ തന്നെ ഇവിടെ നിന്ന് നടക്കണം, മാറ്റിയേ വെക്കുള്ളൂ. സാറിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. ഞാൻ പറഞ്ഞു അത് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളതൊന്ന് പോയി വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ടാണ് അതെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഇത് മാറ്റാം. അവരൊരു 10-15 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ പോയി ഈ രണ്ടും വായിച്ചിട്ട് തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ 2 കൈയും പിടിച്ചിട്ട്, സാറേ ഇത് ഞങ്ങൾ എത്ര കാലം മുമ്പ് അറിയേണ്ടതാണ്, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ഇപ്പോഴാണ് അതിൻ്റെ ശരിയായ യഥാർത്ഥ പൊരുൾ മനസ്സിലായത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, ഒരു പ്രിക്കിങ്, ഒരു ചേതവികാരം പോലെ ഒന്നുണ്ടായി. അപ്പം ഞാൻ അവിടെ വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത് ഞാൻ കണ്ട ഖുർആൻ എഴുതണം. അങ്ങനെയാണ് ഇത് എഴുതി ഒക്കെ ചെയ്തു വന്നപ്പോൾ ബൈബിളിലുള്ളത് ഈ 2-ാം അധ്യായത്തിലെ 255-ാം സൂക്തം, അതാണ് ആയത്തുൽ കുർസി. 2-ാം അധ്യായം അൽ ബഖറ, അതിലെ 255-ാം വാക്യം, അതാണ് ദൈവം എന്ന് പറയുന്നത് എന്താണ് എന്ന് അതിൻ്റെ ഒരു വിവരണമാണ്. ഇതേ അർത്ഥമാണ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൻ്റെ 23, 24, 25 ഈ മന്ത്ര ശ്ലോകങ്ങളുടെയും സെയിം അർത്ഥമാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മഹാഭാരതത്തിൻ്റെതുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പ്രവാചകൻ്റെ അടുത്ത് ദൈവം പിന്നെ ഹൂദ് യുദ്ധം കാലത്ത് പ്രവാചകൻ്റെ അടുത്ത് ഒരു കാര്യം പറയും. അപ്പോൾ ഈ സ്വാർത്ഥവാഹ സംഘം ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഒരു കൂട്ടർ ധനമുണ്ട്, ഒരുപാട് ധനവുമായിട്ട് വരുന്ന ഒരു വാർത്താ സംഘം, പിന്നെ ധനമില്ലാതെ വിശ്വാസികളായിട്ട് വരുന്ന 2 കൂട്ടരെ കാണിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇതിൽ ആരെ വേണം ഇതാക്കാൻ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് വിശ്വാസികളായിട്ടുള്ള കുറേ ആളുകൾ മതി, ധനം
കൂടുതൽ കൊണ്ടുവരുന്ന ഇതേ കോൺടെസ്റ്റാണ് മഹാഭാരത യുദ്ധം നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ഈ രണ്ട് കൂട്ടരും ചെല്ലുന്നത് ആര് ദുര്യോധനനും ധർമ്മപുത്രനും ഇവരെ രണ്ടുപേരും ചെല്ലുമ്പോൾ ആദ്യം ചെന്നത് ദുര്യോധനൻ കാൽക്കലിരുന്നു, ധർമ്മപുത്രൻ തലക്കലും പോയിരുന്നു. അപ്പോൾ ഉറക്കമായിരുന്നു ശ്രീകൃഷ്ണൻ. ഉണർന്നപ്പോൾ ആദ്യം കണ്ട ദുര്യോധനൻ എന്താ വന്നെന്ന് അതിങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചൊക്കെയാണ്. അപ്പോഴേക്ക് ഈ ആ യുദ്ധത്തിന് എനിക്ക് താങ്കളുടെ ഇത് വേണം. അപ്പം പറഞ്ഞു എനിക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, എൻ്റെ സൈന്യങ്ങളെല്ലാം ഉണ്ട്, അവരെ ഞാൻ തരാം, പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ മാത്രമായിരിക്കും. അത് ആരെ വേണമെന്ന് ചോദിച്ചു. എങ്ങനെ വേണം? അപ്പോൾ ദുര്യോധനൻ പറഞ്ഞ് ഞങ്ങൾക്ക് എൻ്റെ സൈന്യത്തെ തന്നാൽ മതി. അങ്ങനെ അവർക്ക് സൈന്യത്തിന് പോകും. പിന്നെ ഈ ശ്രീകൃഷ്ണൻ മാത്രമായിട്ട് പാണ്ഡവരെടുത്തു. ഇത് തന്നെയാണ് അതിൻ്റെ അർത്ഥം, മനസ്സിലായില്ലേ? വിശ്വാസികളായിട്ടുള്ള ആളുകൾ എൻ്റെ കൂടെ മതി എന്ന് പ്രവാചകൻ പറയും. ഈ അല്ലാതെ ധനവും ഇതുകൊണ്ടൊന്നും യുദ്ധം ജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഖുറാനിലും ഇതിലുമായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ബൈബിളിലും ഉണ്ട് ഇതേപോലെയുള്ള ഒരു കാര്യം. ബൈബിൾ എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ പഴയ നിയമം മുഴുവനും ഖുറാനിലുള്ളതാണ്. തൗറാത്ത് മനസ്സിലായില്ലേ? തൗറാത്ത് മുഴുവനും ഈ മോശയുടെ ന്യായപ്രമാണം അത് മുഴുവനും ബൈബിളിലുള്ളതാണ്, ഖുറാനിലുള്ളതാണ്. ഖുറാനിൽ കംപ്ലീറ്റ് അതാണ് മോശയുടെ ഇതുകൾ മുഴുവൻ. പിന്നെ ഈസാ നബിയെ പറ്റി പറയുന്നുണ്ട്. അതിലും വേറെ ഒന്നിലും വ്യത്യാസം വരുന്നില്ല. വ്യത്യാസം വരുന്നത് ബൈബിളും ഖുറാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അവർ ദൈവപുത്രനായിട്ട് കാണുന്നു. പക്ഷേ മുസ്ലിങ്ങൾ അദ്ദേഹത്തെ ഒരു പ്രവാചകനായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്, ധർമ്മച്യുതി ഉണ്ടായിരുന്ന എല്ലാ കാലത്തും ഞാൻ അവതാരങ്ങളായിട്ട് അവതരിച്ചിട്ടുണ്ട്. ഇല്ലാതെ അതിനു മുമ്പ് ജ്ഞാനികളായി തപസ് ചെയ്ത ആളുകൾക്ക് ഞാൻ മനസ്സിൽ കുറിച്ചു കൊടുത്തു. ഇങ്ങനെ കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സനാതന ധർമ്മം തന്നെയാണ് അവസാനമായിട്ട് ഈ മുഹമ്മദിന് വെളിപ്പെടുത്തി കൊടുത്തത് എന്നാണ് ഖുർആൻ സമർത്ഥിക്കുന്നത്. പക്ഷെ അത് തന്നെയാണ് ഇതിലും പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, നിനക്കറിഞ്ഞൂടാ എൻ്റെ പല ഇതുകളെ പറ്റിയും, പക്ഷെ നിന്നെ പറ്റിയുള്ളതെല്ലാം എനിക്കറിയാം. ആദ്യമായിട്ട് ഈ ധർമ്മോപദേശം ചെയ്യുന്നത് സൂര്യനാണെന്നാണ് പറയുന്നത്. ഇതില് ഈ ഭഗവത്ഗീതയിൽ സൂര്യൻ ഉപദേശിച്ചു. സൂര്യൻ്റെ പുത്രനായ ഇക്ഷാകുവിന് ഉപദേശിച്ചു. ഇക്ഷാകു സ്വന്തം പുത്രനായ മനുവിന് ഉപദേശിച്ചു. അതാണ് ഈ മനുസ്മൃതി. ഇങ്ങനെയാണ് അതിലും പിന്നെ കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് എല്ലാം തമ്മിൽ ഈ 3 ഗ്രന്ഥങ്ങളും നമ്മൾ ഒന്നിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ശില്പി പ്രപഞ്ച ശില്പി തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ദൈവം അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന്
മുസ്ലിങ്ങളുടെ ഇടയിൽ അവർക്ക് ഈ ഖുർആൻ ക്ലാസ് ഉണ്ട്. അതുപോലെ പിന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ബൈബിൾ ക്ലാസ് ഉണ്ട്. ഹിന്ദുക്കളുടെ ഇടയിൽ ഭഗവത്ഗീത ക്ലാസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം അവരവരുടെ ഇതിൽ മാത്രം പിന്നെ ഫോക്കസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളതിനെ പറ്റി ഇതാകുന്നത്. പക്ഷെ അങ്ങനെയല്ല. നാം മനുഷ്യർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? മനനം ചെയ്യാൻ കഴിവുള്ള ജീവി, ദൈവസൃഷ്ടിയാണ് മനുഷ്യൻ. മനനം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവസൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ഓരോന്നും വായിച്ചു കഴിഞ്ഞാൽ അത് മനനം ചെയ്യാം. പണ്ട് ഈ ഇപ്പോൾ ഓരോ രാജ്യങ്ങളും അവർ മിസൈൽ വിടുന്നുണ്ട്, ശൂന്യാകാശത്തിൽ ഒരുപാട് എക്സ്പ്ലോറേഷൻ നടത്തുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അവരുടെ മാത്രം കഴിവല്ല. ഇത് ആദ്യം തുടങ്ങിയത് എവിടെയാണെന്നറിയോ? ശിലായുഗത്തില് മനുഷ്യൻ ഗുഹയിൽ സുരക്ഷിത സ്ഥാനം ഒരുക്കാൻ വേണ്ടിയിട്ട് ഗുഹാമുഖം അടയ്ക്കാൻ വലിയ പാറകൾ ഉരുട്ടി കൊണ്ടുവയ്ക്കാറുണ്ട്, വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അത് വലിയ തള്ളി നോക്കും മനുഷ്യൻ അന്നത്തെ കാലത്ത്. അത് തള്ളാൻ പറ്റാത്ത ഇതാണെങ്കിൽ അവരെന്താ ചെയ്തതെന്നറിയോ? ഒരു തടി കഷ്ണം കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂട്ടിലിട്ട് തൂങ്ങി പിടിക്കും. അതാണ് പഴയ ഉത്തോലക തത്വം. മനസ്സിലായ? അന്ന് അതിൽ തുടങ്ങിയ ആ എഞ്ചിനീയറിംഗ് ആണ് വികസിച്ച് മനുഷ്യന്റെ മനസ്സിൽ കൂടെ വികസിച്ച് ഇന്ന് ഗോളാന്തര യാത്രയ്ക്ക് വരെ എത്തി നിൽക്കുന്നത്. മനസ്സിലായ? അപ്പൊ അന്ന് മുതൽ ദൈവം മനുഷ്യന് കാണിച്ചു കൊടുത്ത ഓരോ കാര്യങ്ങളും അത് മനുഷ്യൻ കണ്ടുപിടിക്കണമെന്നാ പറയണം. നിനക്ക് ഞാൻ വെറുതെ തരില്ല, നീ അതിനുവേണ്ടി ശ്രമിക്കുക, അപ്പൊ നിനക്കും അതിൻ്റെ ഉത്തരം കിട്ടും. പ്രവർത്തിയെടുക്കുക, അതാണ് ആവശ്യം. സമൂഹത്തിന് കൊടുക്കാനുള്ള സന്ദേശം അത് ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നാം വാത്സല്യപൂർവ്വം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കളും കൊച്ചുമക്കളും അടങ്ങിയ അടുത്ത തലമുറയ്ക്ക് ശാശ്വതമായ ഒരു സമാധാനം ഈ ഭൂമുഖത്തുണ്ടാകണമെങ്കിൽ മാനവ മൈത്രി കൂടിയേ തീരും. അതിന് നാം ആചരിക്കേണ്ട ഒരേ ഒരു കാര്യം, ഓരോരുത്തരും അവനവൻ്റെ മതത്തിൽ ഉറച്ചു നിൽക്കുക, അതിൻ്റെ അന്തസ്സത്തേക്കൊത്തവണ്ണം പെരുമാറുക. പക്ഷെ അതേസമയം അവൻ മറ്റുള്ള മതങ്ങളെ അറിയാൻ ശ്രമിക്കണം. അതിൻ്റെ തത്വങ്ങളും സ്വന്തം മതവുമായിട്ട് എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ദൈവം എന്നുള്ളത് മനുഷ്യൻ മനനം ചെയ്ത് കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യാനായിട്ട് ഒരു വേദി ഇന്നില്ല നമ്മുടെ സമൂഹത്തിൽ. അത് ഉണ്ടായി വരണം. അതിന് ഒരു മതങ്ങളെപ്പറ്റി, എല്ലാ മതങ്ങളെപ്പറ്റിയും, ലോകത്തുള്ള എല്ലാ മതങ്ങളെപ്പറ്റിയും പഠിക്കാനും ഇൻട്രാക്ഷൻ ചെയ്യാനും പറ്റിയ ഒരു വേദി, അല്ലെങ്കിൽ ഒരു ഒരു യൂണിവേഴ്സിറ്റി പോലൊന്നും. അത് പഴയ കാലത്തുള്ള ഈ തക്ഷശില അങ്ങനെയൊക്കെ പറയില്ല, അതുപോലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായി കാണും. ഈ ഇടയ്ക്ക് ഒരു തത്സമയം എന്ന് പറഞ്ഞിട്ടൊരു
പേപ്പറിൽ അബുദാബിയിൽ ഒരു ഈ ഹിന്ദു ക്ഷേത്രം ഉണ്ടാക്കുന്നുണ്ട് അബുദാബിയിൽ. അവിടെ ഹിന്ദു ക്ഷേത്രത്തിൽ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ്. പക്ഷെ അതിൽ എൻ്റെ ഒരു ഇതെന്താണെന്ന് അവിടെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു ഇത്തരം ഈ ഒരു അന്താരാഷ്ട്ര വേദിയായിട്ട് ഒരു പഠന കേന്ദ്രം കൂടെ എല്ലാ മതങ്ങളെ പറ്റി പഠിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഉള്ള ഒരു വേദി കൂടെ ഉണ്ടായി തീരണം. അതായിരിക്കും മനുഷ്യൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. ഇല്ലെങ്കിൽ ഈ മതം ഈ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു സംഘടനത്തിന് വഴിതെളിക്കും.